നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ട് ഈ ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോണതിന് മുമ്പ് ക്യാരറ്റുമ്പോൾ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് നാശമാവും. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കഷ്ണം കായും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇടുക. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാൻ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 3 കൂടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് താനും. പിന്നെ അച്ചാറിൻ്റെ കൂടെ പെട്ടെന്ന് മിക്സ് ആവുകയും ചെയ്യും. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ നല്ല എരിവുള്ള 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് മുളക് പൊടിയും പച്ചമുളകും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അച്ചാറാകുമ്പോൾ കുറച്ച് നല്ല എരിവ് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളകും മുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കടുക്. പിന്നെ ഞാനിവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 7 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ അച്ചാറിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറാണ് ചേർക്കുന്നത്. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അച്ചാറിൻ്റെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എത്ര എന്ന് അതിൻ്റെ അളവ്. പിന്നെ അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ അച്ചാറാക്കാന്ന്. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉലുവയും കായവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ഉലുവ ഇടാം. ഉലുവ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എണ്ണ ഒഴിക്കണ്ട. എണ്ണ ഇല്ലാണ്ട് നമുക്ക് വറുത്തെടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഉലുവ ഇട്ടിട്ട് നമുക്ക് മാറ്റാം. നമുക്ക് കായം വറുത്തെടുക്കാം. കായം വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് നമുക്ക് കായം ചേർക്കാം. ഇപ്പോൾ കായം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി കായം എടുത്ത് നമുക്ക് എണ്ണയിൽ മാറ്റാം. ക്യാരറ്റ് നമുക്ക് പതുക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ആ ക്യാരറ്റ് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് വളർന്നിട്ടുണ്ട്. ഈ ക്യാരറ്റ് എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഉലുവയും കായവും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. അച്ചാറാകുമ്പോൾ കുറച്ച് നല്ല എണ്ണ വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഈ ഉണക്കമുളക് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിയണം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോകണം. ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് പതുക്കെ കളർ മാറി തുടങ്ങിയാൽ മതി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമുക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഈ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം.
നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ഉലുവയും കായവും കൂടി പൊടിച്ചത് ചേർക്കാം. അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാം. അച്ചാറിൽ പുളിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല എരിവുണ്ട് അച്ചാറിന്. അച്ചാറിലേക്ക് നമ്മൾ 7 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്തത്. അത് നല്ല കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അച്ചാർ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു നമുക്ക് കുപ്പിയിലാക്കിയിട്ട് അടച്ച് വയ്ക്കാം.